എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള PSCയിലൂടെ ഗവൺമെൻറ് ജോലി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ കേരള ബാങ്കിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് 2021 ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ബാങ്കിലെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ നിയമനങ്ങളും PSCക്ക് വിട്ടിട്ടില്ല. 32 കാറ്റഗറി PSCക്ക് വിട്ടിട്ടില്ല. പക്ഷേ 15 കാറ്റഗറിയിൽ PSCയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. ക്ലർക്ക്, കാഷ്യർ അടക്കമുള്ള വേക്കൻസീസ് ഏകദേശം 1700ഓളം തസ്തികകൾ ക്ലർക്ക്, കാഷ്യറിൽ തന്നെയുണ്ട്. ഓഫീസ് അറ്റൻഡൻറ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ കം അറ്റൻഡൻറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ അടക്കമുള്ള വേക്കൻസീസ് ഇനി PSC ആയിരിക്കും നികത്തുന്നത്. അപ്പോൾ 2 തരത്തിലായിട്ടായിരിക്കും ഈ ഒരു വേക്കൻസീസ് ഡിവൈഡ് ചെയ്യുന്നത്. 50% ഓപ്പൺ കോട്ടയും 50% സൊസൈറ്റി കോട്ട, അത് പ്രൈമറി സഹകരണ സംഘത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുമായിട്ടായിരിക്കും നീക്കി വെച്ചിരിക്കുന്നത്. എന്നാലും ഓപ്പൺ കോട്ടയിൽ ഏകദേശം 50%ഓളം റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ ക്ലർക്കിന് 20,150 രൂപ മുതൽ 47,690 രൂപ എന്നുള്ളൊരു സാലറി സ്കെയിലായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നോർമലി നിങ്ങൾക്ക് ക്ലർക്ക് പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതായത് ബികോം ആണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. പക്ഷേ ഡിഗ്രി ഉള്ളവർക്ക് 11 മാസം കാലയളവുള്ള HDC കോഴ്സ്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സ് പഠിച്ച് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ നടക്കുന്നത്. HDC കോഴ്സ് പഠിച്ച് ക്വാളിഫൈ ആകാവുന്നതാണ്. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായവർക്ക് 10 മാസത്തെ കോഴ്സ്, JDC കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സ് പഠിച്ചും ഒരു എലിജിബിലിറ്റി നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം, കേരള ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ 2 കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ കരസ്ഥമാക്കി താരതമ്യേന അധികം ആളുകൾ എഴുതാത്ത ഈ ഒരു എക്സാമിന് പാസ്സായി ഒരു ജോലി നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ചാനൽ അതോട്ട് കാണുന്നവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം.